കാത്തുകൊണ്ടു. ഇന്നല്ലേ അവർ പോയിട്ട് 1 വർഷം തികയുന്നത്. അതെ, ഇന്ന് അവരെല്ലാം വരും. എൻ്റെ ഈശോ, ശരിയായുള്ളവരെ തിരഞ്ഞെടുക്കണം. അവിടെ നിന്ന് എനിക്ക് കൃപ നൽകണം. ഈശോ സ്വീകരിക്കട്ടെ അപ്പച്ച. ഇപ്പോഴും എപ്പോഴും സ്ത്രീയായിരിക്കട്ടെ. ഞാനിപ്പോ മോന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. ഞാൻ കൃത്യസമയത്ത് വന്നില്ലേ അപ്പച്ച? അപ്പച്ചൻ തന്ന വിത്ത് ഞാൻ പാകി വളർത്തി വലുതാക്കി. ഇതാ. വളരെ നന്നായിട്ടുണ്ടല്ലോ മോനെ. ഇതിന്റെ ഇലയെല്ലാം തഴച്ചു വളർന്ന് ഇരുണ്ട് നിൽക്കുന്നുണ്ട്. മോൻ എന്ത് വളമാ ഇതിനെ ഇട്ടത്? 20 അപ്പച്ച. അത് ഇട്ടാൽ നന്നായി വളരുമല്ലേ? മോൻ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോ അറിയാം. ഒത്തിരി കഷ്ടപ്പെട്ടപ്പച്ച മോനെനിക്ക്. അപ്പോ എനിക്ക് അപ്പച്ചൻ ഇപ്പൊ സ്വന്തം തരുമോ അല്ലേ അപ്പച്ച? അതൊക്കെ തരാം. മോനിരിക്കും. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോനങ്ങ് മെലിഞ്ഞു പോയല്ലോ. ഇത് വളരെ മനോഹരമായിരിക്കുന്നല്ലോ. ഒത്തിരി പൂവും കായും ഉണ്ടല്ലോ. ഒത്തിരി കഷ്ടപ്പെട്ട് കാണുമല്ലേ? ആൾക്കാരെ വെച്ചാണോ അതോ തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? ഞാൻ ആൾക്കാരെ വെച്ച് ഒത്തിരി കഷ്ടപ്പെട്ടു. അത് കാണുമ്പോൾ തന്നെ അറിയാം. മോനിതിന് എന്ത് വളമാണ് വിട്ടത്? ചീരവളം. ഓ, അതാണ് ഇലയ്ക്ക് ചെറിയ ഒരു മങ്ങൽ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. മോനിരിക്കും. അപ്പച്ചാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പച്ചാ, ഇതാ എന്റെ അധ്വാനത്തിന്റെ ഫലം. അല്ല, ഇതെന്തുവായത്? വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പൂവ്, മുട്ട്. സ്വല്പം കാത്തിരുന്നെങ്കിലും കായും ഉണ്ടായേനെ. എന്തായാലും നന്നായിട്ടുണ്ടെന്നോ. ഒരുപാട് അധ്വാനിച്ചല്ലേ? അതെ അപ്പച്ചാ, ഞാൻ ഒരു പോള കണ്ടുപിടിച്ചിട്ടില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അപ്പച്ചാ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അല്ല മോനെ, ഇതെന്താ കാലിച്ചട്ടിയുമായി? ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ വിത്ത് പാകി, വേണ്ടതെല്ലാം ചെയ്തു, പ്രാർത്ഥനയോടെ കാത്തിരുന്നു. പക്ഷേ അത് മുളച്ചു വന്നില്ല. ഞാൻ അത് പറയാനാണ് വന്നത്, അല്ലാതെ അപ്പച്ചൻ്റെ സ്വത്ത് ചോദിക്കാനല്ല. മോനെ, നീ എവിടെ പോവുകയാണ്? ഇവിടെ വന്നിരിക്കേ. മക്കളെ, നിങ്ങളുടെ വൃക്ഷഫലങ്ങൾ എല്ലാം ഞാൻ കണ്ടു. വളരെ നന്നായിരിക്കുന്നു. എല്ലാവരും വളരെ കഷ്ടപ്പെട്ടത് എനിക്കറിയാം. നിങ്ങൾ നല്ല കഷ്ടപ്പെട്ടു. അപ്പോഴേ ഞാൻ എൻ്റെ സ്വത്തിൻ്റെ അവകാശം ആരാണ് പറയാൻ പോവുകയാണ്. എൻ്റെ എല്ലാ സ്വത്തിൻ്റെയും അവകാശി, എൻ്റെ എല്ലാ സ്വത്തിൻ്റെയും അവകാശി ഈ കാലിച്ചട്ടിയുമായി വന്ന ഈ മകനാണ്. നിങ്ങൾ എല്ലാവരും ഇരിക്കേ. ഞാൻ പറയാം. ഞാൻ നിങ്ങൾക്ക് 4 പേർക്കും ഒരേ തരം വിത്താണ് തന്നത്. ആ 4 വിത്തും വെള്ളത്തിലിട്ട് തിളപ്പിച്ചു. അതായത് നിങ്ങൾ പറയുന്നത് പോലെ ബോയിൽഡ് സീഡ്. ഇത് നിങ്ങൾ എത്ര കഠിന പ്രയത്നം ചെയ്താലും മുളക്കില്ല എന്നുള്ളത് ഞാനത് നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ വിത്ത് കിളുത്തത്? നിങ്ങൾ ഞാൻ തന്ന വിത്ത് കളഞ്ഞിട്ട് എന്നെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു വിത്ത് പാകി മുളപ്പിച്ചു. അതല്ലേ ഈ കാണുന്നത്? നിങ്ങൾ എന്നെ വഞ്ചിച്ചു. നല്ല മനസാക്ഷിയോടെ പരമാർത്ഥ ഹൃദയത്തോടെ
സത്യസന്ധമായി പ്രവർത്തിച്ചത് ഈ മോൻ മാത്രമാണ്. സത്യമാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് വ്യാജമാർഗം സ്വീകരിച്ച നിങ്ങൾ എന്റെ മുമ്പിൽ നിന്നും പോകുമേ. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്.